guys, welcome to my channel Akku's vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വന്നിട്ട് 38th വീക്ക് നാളെ ആകുമ്പോഴത്തേക്ക് 38th വീക്ക് കംപ്ലീറ്റ് ആവുകയാണ്. 39 വീക്കിലോട്ട് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പം നമ്മൾ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ അഡ്മിറ്റ് ആക്കുമായിരിക്കും. അപ്പം അതിനു മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിൽ വേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചാണ്. അപ്പം എന്തായാലും നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വെച്ചു. അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ. അപ്പം അതിൻ്റെതായ രീതിക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാനിങ്ങനെ കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പൊ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ റെഫറൻസ് ഉണ്ടായിരുന്നു. കൂടാതെ ഞാൻ ഒരു 7 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ വേണം വേണ്ട എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ലിസ്റ്റ്, ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടത്, കുഞ്ഞിന് വേണ്ടത്, അല്ലാതെ കോമൺ ആയിട്ട് എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് ഞാൻ പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം നമ്മൾ കുഞ്ഞിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇത് ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിലാണ് കുഞ്ഞിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിട്ട് ഒരു റിസീവിങ് ടവലാണ്. നമ്മൾ ജനിച്ചു കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിനെ പുറത്തുള്ള ഒരു സ്വീകരിക്കുമല്ലോ. അപ്പൊ കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു റിസീവിങ് ടവലാണ്. ഇത് വന്നിട്ട് മസ്ലിൻ ക്ലോത്ത്, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഇതാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ വന്നിട്ട് ഡയപ്പർ, ഹഗ്ഗീസിന്റെ ഒരു ഒറ്റൊരെണ്ണം ഞാൻ വെക്കുന്നുള്ളൂ. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരെണ്ണം. പിന്നെ വന്നിട്ട് ക്ലോത്തിന്റെ ഒരു ഡയപ്പർ. ഇത് നമുക്ക് അറിയത്തില്ല എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, കാരണം ഹോസ്പിറ്റലാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, വെള്ള തുണികളായിരിക്കാം കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ ഇതെടുത്ത് വെച്ചേക്കുവാന്ന്. പിന്നെ വന്നിട്ട് നാപ്കിൻ. ഇതൊക്കെ കഴുകി ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി ഉണക്കി മടക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതൊരു 10 സെറ്റോളം ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ജനിച്ചു കഴിയുമ്പോ കുട്ടികളൊക്കെ വെള്ള ഉടുപ്പായിരിക്കുമല്ലോ, അതുകൊണ്ട് കെട്ടുടുപ്പ്, വെള്ള കെട്ടുടുപ്പും വെച്ചിട്ടുണ്ട്. കൂടാതെ ബട്ടൺസ് ടൈപ്പില ഉണ്ടല്ലോ, ജബ്ലാസ് എന്നാണ് തോന്നുന്നു പറയുന്നത്, ഇതും 2 സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടി ഒരു ഫുൾ റോംബർ. ഇതിന്റെ ഒരു സെറ്റ് മാത്രമേ ഞാൻ എടുത്ത് വെക്കുന്നുള്ളൂ. ഇതൊരെണ്ണം. പിന്നെ വന്നിട്ട് ഒരു ക്യാപ് മിറ്റൻ ബോട്ടി സെറ്റ്. ഇതെന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് ചൂട് ആയിരിക്കുമല്ലോ കൂടുതലും വേണ്ടത്. അപ്പൊ നമ്മൾക്ക് അതിനു വേണ്ടി. പിന്നെ ഒരു സെറ്റ് ഫേസ് ടവല്, കുഞ്ഞു പാലൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ആയി കഴിയുമ്പോൾ തുടയ്ക്കാനും പിടിക്കാനും ഒക്കെ വേണ്ടി ഒരു സെറ്റ് ഫേസ് ടവൽ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് വെറ്റ് വൈപ്സ്. അറിയില്ല, കുഞ്ഞുങ്ങൾ എപ്പോഴും മൂത്രമൊഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പൊ അത് എപ്പോഴും നമുക്ക് പോയി കഴുകാനൊന്നും സാധിക്കത്തില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി വെറ്റ് വൈപ്സ്. പിന്നെ ഒരു ഡ്രൈ ഷീറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾ എപ്പോഴും മൂത്രം ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതാകണമെന്നില്ല. അതുകൊണ്ട് ഒരു ഡ്രൈ ഷീറ്റ്. പിന്നെ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നഖമായിട്ടൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്.
അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കുഞ്ഞ് പാല് കുടിച്ചോണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ അമ്മമാര് വേണം കൈയൊക്കെ കടിച്ച് നഖമൊക്കെ കടിക്കാൻ. എനിക്കറിയാത്തതുകൊണ്ട് എനിക്കത് പേടിയായതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം എടുത്ത് വെച്ചേക്കുവാണ്, ആവശ്യം വരുമെങ്കിൽ മാത്രം ഉപയോഗിക്കാം. പിന്നെ വന്നിട്ട് ഒരു ക്യാരി ബാഗ്. ഇത് നമുക്ക് ഡിസ്ചാർജ് സമയത്ത് മാത്രമേ ആവശ്യം വരത്തുള്ളൂ, കാരണം കുഞ്ഞിന് വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രം. പിന്നെ വന്നിട്ട് ഒരു നെറ്റ് ബെഡ്. ഇതെന്തായാലും മസ്റ്റ് ബൈ ഐറ്റം എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താന്ന് വെച്ചാല് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, ഒന്നാമത്തെ കാര്യം അവിടെ നല്ല കൊതുകാണ്. ഒരാഴ്ച കിടന്നപ്പോ തന്നെ എന്റെ ദൈവമേ ഞാൻ ചത്ത്. അപ്പൊ എന്തായാലും ഈ സാധനം മസ്റ്റാണ്. അപ്പൊ ഇത്രയുമാണ് കുഞ്ഞിന് വേണ്ടി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഞാൻ അനാവശ്യമായിട്ടുള്ളൊന്നും എടുത്ത് വെച്ചില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇത്രയാണ് നമ്മൾ കുഞ്ഞിന് വേണ്ടി പാക്ക് ചെയ്തത്. ഇനി എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് പാക്ക് ചെയ്തതെന്ന് വെച്ചാല്, ആദ്യം തന്നെ ന്യൂ മോമിന്റെ മെറ്റേണിറ്റി പാഡ്. ഇതൊരു പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വന്നിട്ട് ഏകദേശം ഒരു 5 എണ്ണം ഇതൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാഡ് ഫിക്സഡ് ഇത് നമുക്ക് പാൻറ്റീസ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതും ഒരെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫീഡിംഗ് ബ്രാ എന്തായാലും ഒരു മസ്റ്റാണല്ലോ. പിന്നെ എനിക്ക് വേണ്ടത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ലേബർ റൂമിൽ കയറുമ്പോൾ നമുക്ക് വെള്ളയും മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം വൈറ്റ് കളറിലെ ഷർട്ടും മുണ്ടുമാണ് അവിടുത്തെ യൂണിഫോം വന്നിട്ട്. അപ്പൊ അത് ഞാനൊരു 3 എണ്ണം എടുത്ത് വെക്കുന്നുണ്ട്. വെള്ള ഷർട്ട്, പിന്നെ മുണ്ട്. ഈ മുണ്ട് നമുക്ക് ഉടുക്കാനും വേണം, കൂടാതെ നമ്മള് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലേബർ റൂമിലേക്ക് 4 മുണ്ടോളം നമ്മൾ കൊടുക്കണം. എനിക്കൊന്ന് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ മാറാനും കുഞ്ഞിനെ തുടയ്ക്കാനും അങ്ങനെ മറ്റും 4 മുണ്ടോളം നമ്മൾ അമ്മമാർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ജോഡി ഡ്രസ്സാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്രസവം കഴിഞ്ഞ് വീട്ടിൽ വരുമല്ലോ ഡിസ്ചാർജ് ആയിട്ട്, അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഈ ലേബർ റൂമിൽ കയറാത്ത സമയത്ത് നമുക്ക് നമ്മുടെ നോർമൽ ഡ്രസ്സ് ഉപയോഗിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 ഫീഡിങ് ടൈപ്പിലുള്ള ഡ്രസ്സ്, മെറ്റേണിറ്റി ഫ്രോക്ക്, അതെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കിറ്റിനകത്ത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഞങ്ങളുടെ അട്ടം ഗാർമെന്റ്സ് അതാണ്. കൂടാതെ ബെഡ്ഷീറ്റ്, നമ്മൾ ബെഡിൽ വിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് അതൊരു 4-5 എടുത്ത് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ലേബർ റൂമിൽ ബെഡ്ഷീറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ബെഡ്ഷീറ്റ് 1-2 ബെഡ്ഷീറ്റ് നമ്മൾ ലേബർ റൂമിൽ കൊടുക്കണം. പിന്നെ വന്നേച്ച് തോർത്ത്, ഇത് നമുക്ക് കുളിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള തോർത്ത്. ഇത് വന്നിട്ട് നമ്മുടെ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇടാനുള്ള 2-3 ജോഡി ഡ്രസ്സും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. ആണ് എനിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുന്നത്. പിന്നെ ഒരു സാധനമുണ്ട്, ഇതാണ് ഫീഡിങ് പില്ലോ. എനിക്ക് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കുമല്ലോ. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ, ഫീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ കൈ കരുതുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അത് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഓയില്, അതൊക്കെ ഞാൻ ഒരു കിറ്റിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വേറൊരു കിറ്റിനകത്ത് നമ്മുടെ മേക്കപ്പ് സാധനം, ഇതിനകത്ത് ചീപ്പ്, പൊട്ട്, പൗഡർ, ഒരു മോയ്സ്ചറൈസർ, പിന്നെ തലക്കുത്തുള്ള ക്ലിപ്പ്, പിന്നെ ഒരു ബുഷ്, ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഡെറ്റോൾ വേണം. നമുക്ക് അവിടെ തുണിയൊക്കെ കഴുകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ കഴുകാൻ വേണ്ടി ഡെറ്റോള് വേണം. പിന്നെ ഇങ്ങനെ ഒരു പാത്രം, അത് മസ്റ്റാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് പൊതിച്ചോറൊക്കെ വാങ്ങുമ്പോഴത്തേക്കും പൊതിയായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് കയറ്റി വിടത്തില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനത്തെ പാത്രത്തിൽ ഇട്ടിട്ട് വേണം നമുക്ക് വാർഡിലോട്ട് കൊണ്ടുവരാൻ. അപ്പം ഇങ്ങനത്തെ ഒരു പാത്രം എന്തായാലും മസ്റ്റായിട്ട് വേണ്ടതാണ്.
പിന്നെ വന്നേച്ച് ബക്കറ്റ്, കപ്പ്, സോപ്പ് പെട്ടി അതൊക്കെയാണ് ഇതിനകത്ത് വന്നേച്ച്. പിന്നെ പായ്, തലേണ അതൊക്കെ. പിന്നെ ഇത് കൂടാതെ ഒരു സ്ലിപ്പർ ചെരുപ്പ്, അതെന്തായാലും മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. സ്ലിപ്പർ ചെരുപ്പ് വേണം. പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, ചോറ്റുപാത്രം, ഫ്ലാസ്ക്, ഇത്ര എന്തായാലും എടുത്ത് വെച്ചിട്ടില്ല. ഞങ്ങൾ പോകുന്ന ദിവസം മാത്രമേ എടുത്ത് വെക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ഫയലാണ്. A to Z കാര്യങ്ങളടങ്ങി നമ്മുടെ ഹോസ്പിറ്റൽ ഫയൽ അതെന്തായാലും മസ്റ്റായിട്ട് എടുത്ത് വെക്കേണ്ടതാണ്. അത് പിന്നെ ആധാർ കാർഡ്, ഹെൽത്ത് കാർഡ്, റേഷൻ കാർഡ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതും. അപ്പോൾ ഇത്രയുമാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.